സ്റ്റാർട്ട് ചെയ്ത്. ഹായ്, നമ്മളിന്ന് അറ്റ്ലസ് സ്റ്റെപ്പ് വെൽ കാണാൻ വന്നു കൊടുക്കുകയാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കുറേ ഫോട്ടോ കണ്ടു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് വന്നോണേ. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹിന്ദിയിലും ഗുജറാത്തിയിലും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. രൂതാബായി സ്റ്റെപ്പ് വെൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റെപ്പ് വെല്ലിനെ പറയണത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ദേവനഗരി സ്ക്രിപ്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കില്ല, നമുക്ക് സാധനം എങ്ങനെയുണ്ട്. ഫോട്ടോയിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നേരിട്ട് കാണാമെന്ന് നോക്കാം. ഓക്കെ, മമ്മിയും ഡാഡിയും നല്ല സ്പീഡിൽ നടന്നു പോകുന്നുണ്ട്. കുറേ പേര് കണ്ടിട്ട് വരുന്നുണ്ട്. ഇവിടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കുറച്ച് വെയിൽ കൊള്ളണതിൻ്റെ ഒരു കുറവുണ്ട്. കാലത്ത് നേരത്തെ വരാൻ ഇവിടെ 8 മണിക്ക് തുറക്കും. പക്ഷെ 8 മണിക്ക് എത്താൻ പറ്റിയില്ല. ഇപ്പോൾ വെയിൽ തുടങ്ങി. അതുകൊണ്ട് പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ ഒത്തിരി തണുപ്പൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉള്ളിൽ എന്താ കാണാം. ഇപ്പോൾ ഈ താഴത്തെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. നമ്മൾ ടോപ്പ് പ്ലേസിൽ തന്നെ വീണ്ടും എത്തി. ഇത് 3-4 സ്ഥലത്തുനിന്ന് ഇങ്ങനെ എൻട്രി ഉണ്ട്. കുറേ ആൾക്കാർ കാണാണ്ട്. ഇതിൻ്റെ ഇടയിൽ ക്ലാസ് നടക്കും. നമുക്കുള്ളിൽ പോവാം. പുറത്ത് നല്ല വെയിലാണ്. മൈന്യൂട്ടായിട്ട് നോക്കുമ്പോൾ അതൊക്കെ നല്ല രസമുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഈ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഉണ്ട്. പുറത്ത് ഭയങ്കര ചൂടാണ്. പക്ഷെ അകത്തേക്ക് നമ്മൾ താഴത്തേക്ക് ഇറങ്ങണം തോറും ഭയങ്കര തണുപ്പായിട്ടാണ് വരുന്നത്. നല്ല രസമുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഉള്ള സാധനം. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് മുമ്പ് വന്നിട്ടില്ല. ഞാൻ മുമ്പ് കുറേ ഈ ടെമ്പിൾസ്, ഭയങ്കര ആർക്കിടെക്ചറുള്ള ടെമ്പിൾസിനൊക്കെ പോകണമെന്ന് ഞാൻ കുറേ സ്ഥലം ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല അതുപോലത്തെ ഒരു എഫക്റ്റ്, ആംബിയൻസ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ പ്രാവുകളും ഉണ്ട്. ഡാഡിയും മമ്മിയും കൈ പിടിച്ചിട്ട് ഇറങ്ങണു.
താഴോട്ട് പോകുന്നതോറും ഇരുട്ടും ആവുന്നുണ്ട്, നല്ല തണുപ്പും ആവുന്നുണ്ട്. വെല്ലിലേക്ക് എത്തി. നമ്മുടെ സ്റ്റെപ്പിൻ്റെ താഴെ നമ്മളെത്തി. നമ്മൾ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട്. ഇത്രയ്ക്ക് താഴെ നമ്മൾ വന്നു. മുകളിലേക്ക് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സംഭവം. ഞാൻ കുറേ കാലമായിട്ട് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനത്തെ ഇത് ഇപ്പോൾ നമ്മുടെ ദ മമ്മി ഫിലിമിലുള്ള പോലെയൊക്കെയുള്ള സ്ഥലം പോലെ അങ്ങനത്തെ കുറേ ഇതുണ്ട്. നമ്മുടെ എന്താ പറയുക, കുറേ ഇങ്ങനത്തെ സ്കൾച്ചറുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ കുറേ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനത്തേക്ക് പോകണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളിവിടെ ഇരിപ്പായി. നല്ല സുഖമുണ്ട്. പുറത്ത് നല്ല വെയിലാണ്, ഇവിടെ നല്ല തണുപ്പാണ്, പിന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു നല്ല രസമുള്ള സ്ഥലവും അതുപോലെ തന്നെ ഇരിക്കാൻ നല്ല സുഖം. ഈ സ്റ്റെപ്പിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല സുഖമുണ്ട് ഇരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം കുറച്ച് പ്രാവുകളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള സ്ഥലം. അപ്പോൾ താഴെ നമ്മൾ ഒരു വെല്ല് കണ്ടുല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്ര അടിപൊളി ഒരു സ്ട്രക്ചർ ഒരു രാജാവ് പണിത് കൊടുത്തതാണ്. ഇഷ്ടപ്പെട്ട ഒരു പ്രജയ്ക്ക് വേണ്ടിയിട്ട്. അതിൽ ഗണേശനോ വിനായകൻ എന്നൊക്കെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ പണിത് കൊടുത്ത ഒരു സ്ട്രക്ചറാണിത്. പക്ഷെ ഇത് ഇത്ര കാലം നിന്നു, ഇത്ര ഭംഗിയുണ്ട്. ഇപ്പോഴും കുറേ ആൾക്കാർ ഇതിൽ പഠിക്കാൻ വരുന്നു, കാണാൻ വരുന്നു, കുറേ കാര്യങ്ങളൊക്കെ വരുന്നു. നല്ല ഭംഗിയുണ്ട്, നല്ല സുഖമുണ്ട്. ഇപ്പോഴും ഇതിലിരിക്കുമ്പോഴുള്ള തണുപ്പ്. പുറത്ത് ഭയങ്കര ചൂടാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഭയങ്കര സുഖം. Yes. ഇതാണ് സ്റ്റെപ്പലിൻ്റെ മോൾ ഭാഗം. മോളിൽ കാണുമ്പോൾ ഇത്ര നമുക്ക് കാണുന്നുള്ളൂ ഫസ്റ്റ്. പക്ഷെ അടിയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഭയങ്കര ഭയങ്കര ഭംഗി. പിന്നെ ഈ ചുറ്റുപാടും ഫുള്ള് ഇത് ഊതാണോ വീട്? ഊത്. പുറത്ത് നല്ല ചൂടാണ്, ഉള്ളില് ഭയങ്കര തണുപ്പ്.